ഹലോ, അപ്പോൾ ദിയു ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാവരും കൂടെ മേലാറ്റൂർ ജാം ജൂമിക്കൊന്ന് പോകാമെന്ന് പറയുന്നത്. ഈ കുറേ ദിവസമായി നമുക്ക് പാർക്കിൽ പോകാമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ആകുമ്പോൾ പാർക്കുണ്ട്, ഷോപ്പിംഗ് നടക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. വൈകുന്നേരത്തുള്ളൊരു കറക്കം കൂടി ആവുമല്ലോ, വേദന ഇനിയും പോകാനായി. അപ്പോൾ പിന്നെ അതിന് മുമ്പ് എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയതാണ്. ഈ കുട്ടി ആദ്യം തന്നെ കാറ് കയറി സ്ഥലം പിടിച്ചിട്ടുണ്ടോ ചാ? ആ അല്ല, അമ്മ നടന്ന് വരുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോണു? ഊട്ടിക്കാ പോണു നിങ്ങള്? ചെക്ക പോവാം. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ എന്താ ദീകുട്ടി അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്, ഞാനും അമ്മയും പുറകിലുണ്ട് കേട്ടോ. ഇങ്ങനെ എവിടേക്കിലേക്ക് ഒന്ന് പോകാമെന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പോവാം. അച്ഛ കേൾക്കണില്ല അച്ഛ? സൗണ്ട് പാടോ? ഇത് ഏതാ ഭാഷ? അങ്ങനെ ദീകുട്ടി ഫ്രണ്ടിലിരുന്നുള്ള പാട്ടും കളിയെല്ലാം കഴിഞ്ഞ് നേരെ പുറകിലേക്ക് വന്നു കേട്ടോ. ടൗൺ എത്തിയപ്പോഴേക്കും പിന്നെ പുറകിലിരുന്ന് ദീകുട്ടി പോണത് പാടത്തേക്കല്ല, ജാം ജൂമിലെ പാർക്കിലേക്ക്. ദീകുട്ടി എപ്പോഴും പറയല്ലേ അങ്ങോട്ട് പോവാന്ന് പറയില്ലേ. ഇതെന്താ ഇപ്പൊ കുഴിഞ്ഞാടുന്നു ശരിക്കും? നീ ഊഞ്ഞാല കാടോ? ഇഷ്ടമാണോ നീ ഇങ്ങനെ സ്പീഡ് ആടി തന്നാലോ? പേടിയുണ്ടാവും? എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയായിരിക്കും എങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിൽ ആ ഒരു ഇതിലിരിക്കുകയാണ്. പിന്നെ അച്ഛനും അനിയനും അവിടെ ഓരോ കഥകൾ പറഞ്ഞിരിക്കുന്നുണ്ട്, അമ്മയും കൂടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരുന്ന് സംസാരിച്ച് നല്ല രസമായിട്ട് ഞങ്ങൾ പോവുകയാണ്. ദീകുട്ടി എപ്പോഴേക്കും വികൃതി കാണിച്ചു തുടങ്ങി. കാറിൽ പോകുമ്പോൾ ലീലാവിലാസങ്ങളാണ്. അങ്ങനെ ദീകുട്ടീൻ്റെ ഇരുന്നും കിടന്നൊക്കെയുള്ള പാട്ടൊക്കെ നമ്മൾ കേട്ട് ഫൈനലി നമ്മൾ ജാം ജൂമിലെത്തി. പാർക്കിൽ അത്യാവശ്യം തിരക്കുണ്ട്. വണ്ടി ഇവിടെ പാർക്കിൻ്റെ പാർക്കിങ്ങൊക്കെ ഉണ്ട്. കുട്ടികളെല്ലാം പാർക്കിൽ കയറി കളി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞിട്ടാണ് പാർക്കിലേക്ക് കയറിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എന്ന് പറയുന്നത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാമെന്നായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇനിയിപ്പോൾ അനിയൻ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ എടുക്കുക എന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് ടോയ്സ് കണ്ടു. ടോയ്സ് എന്ന് പറയുമ്പോൾ ദിയുനേക്കാളും ഇഷ്ടമാണ് എനിക്ക്. എന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടുള്ള ടോയ്സൊക്കെ ഞാൻ അങ്ങനെ കേടൊന്നും വരാതെ കളി കഴിഞ്ഞ് അങ്ങനെ സൂക്ഷിച്ച് വെക്കുന്ന ഒരു ശീലമാണ് എനിക്കുള്ളത്. പിന്നെ ഞാൻ ദിയകുട്ടീനെ എടുത്തുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങൾ എടുത്ത് നടക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവളെ താഴെ വെച്ചാൽ അവൾ ആ ഓട് നടക്കുന്നതിനിടയിൽ ശ്രദ്ധ വരാതെ എന്തെങ്കിലും തട്ടിപ്പൊട്ടിയാൽ പണിയാവുമല്ലോ. അതുകൊണ്ട് ഞാൻ അവളെടുത്ത് നടക്കുന്നതായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് നടക്കണം എന്ന് വന്നപ്പോൾ മെല്ലെ താഴെ വെച്ചു. അപ്പോൾ അവൾ അറിയുമ്പോൾ എല്ലാ ഐറ്റംസും കയ്യിലെടുത്ത് നടക്കുവാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അതുവേ താഴെ പോയാൽ പിന്നെ അനിയൻ അവളെയും കൂട്ടിയിട്ട് അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി അവരങ്ങനെ പോയി. അച്ഛനും അമ്മയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഞാൻ അവരുടെ രണ്ടുപേരുടെയും കൂടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാനും അങ്ങനെ നടന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ പാർക്കിലേക്ക് കയറിയിട്ടോ. അതിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഇതിന് ദീവൻ ഏതിലൊക്കെയാണ് കയറേണ്ടത് എന്നുള്ള കൺഫ്യൂഷനായി. അപ്പോൾ അവൾ അതിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരുന്നു. അപ്പോൾ അതിൽ തന്നെ ഒരു സൈഡിൽ നിന്ന് അങ്ങനെ ഓരോന്നിലായിട്ട് കയറാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിടിച്ചിരുത്തിയതാണ്. ഇതിൽ കുറച്ച് നേരം ഇതിലൊക്കെ ഇറങ്ങി തിരിഞ്ഞ് വേറെ കുട്ടിയും കൊണ്ട് ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അതിൽ കുറച്ച് നേരം ഇറങ്ങി തിരിഞ്ഞ് അപ്പോഴേക്കും അപ്പുറത്തുള്ള ഒരു ഐറ്റംസ് കണ്ട് മെല്ലെ അവൾ അതിലേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അനിയനും അച്ഛനും ഇതാ അവിടെ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. ദീകുട്ടി എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അവൾ ഓരോന്നിൽ കയറി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മമ്മ അവളുടെ കൂടെ തന്നെ ഉണ്ട്. കുഞ്ഞിക്കാലൊക്കെ പിടിച്ച് അമ്മ കയറ്റി വെച്ച് അവളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അമ്മ അവളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോഴേക്കും അച്ഛൻ തൊട്ടടുത്തുള്ളതിൽ പിടിച്ചിട്ട് ദീകുട്ടി ഇങ്ങോട്ട് വാ, ഇത് അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക്
ബിമോൾ വേണ്ടിയിട്ട് നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുത്തെ വോയിസ് ആയിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. ഇവിടെ ഈ പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് 100 രൂപയും മറ്റുള്ളവർക്ക് 20 രൂപയാണ് കേട്ടോ. ഇതിലിപ്പോൾ കുട്ടികൾക്ക് കയറിയാൽ അവർക്ക് എന്തായാലും തീർച്ചയായിട്ടും മുതലാവും. കാരണം വെറൈറ്റി ഗെയിമുകൾ ഉള്ളത് കൊണ്ട് തന്നെ. ഇപ്പോൾ ദിയമോൾ തന്നെ അവിടെ എല്ലാത്തിലും കയറി. അപ്പോൾ കുറച്ചുകൂടി വലിയ കുട്ടികളാകുമ്പോൾ എല്ലാവർക്കും ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നീ കുട്ടി കയറുന്നു വന്നേ. ആ കമ്പി പിടിച്ച് പോരണേ. അതിരിക്കണല്ലേ, അത് വേറെ വാ വാ വാ. സ്റ്റെപ്പ് കയറാനുള്ളത് വേറെ ഉണ്ട് ഇവിടെ കണ്ടോ. ഇതും കൂടെ കയറണം. ദീമോളെ ഇവിടെ വാ മതിയോ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മേലെ കയറിയത് ഉള്ളിൽ ഇതൊന്ന് കയറി ഇങ്ങോട്ട് കയറ്റി വിടെ. ഇങ്ങോട്ടല്ലേ പൂക്കൊണ്ടി എവിടെ? ഇത് കയറാ. ചാടനിലെ കമ്പായിൽ തീർക്കാം. എടാ എൻ്റെ ഫോണ്
ആ പോട്ടെ പോട്ടെ കയറട്ടെ കയറിക്കൊളി കയറിക്കൊളി പോട്ടെ. എന്താണ് പാട്ട് വെച്ച് കറിയേ പാട്ട് വെച്ച് കറിയ ഡാൻസ് കളിക്കണം. അറിയില്ല. എല്ലാത്തിലും കയറി അവൾ ഒരുപാട് ഹാപ്പിയായി. അവരെ കളിയും ചിരിയൊക്കെ കണ്ട് നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടോ. അങ്ങനെ പാർക്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിട്ട്, കാരണം അനിയനെ മാറി നിൽക്കുന്നതിൻ്റെ വിഷമം, ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വൈകുന്നേരം നമുക്കിന്ന് പുറത്തേക്ക് പോകും. എന്തായാലും എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എല്ലാവരും ഹാപ്പി ആക്കിയിട്ടുണ്ട്, കൂളാക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ വിഷമങ്ങളെല്ലാം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ ഒതുക്കി നടക്കുകയാണ് കേട്ടോ. എനിക്ക് വിഷമമില്ലാത്തതുകൊണ്ടല്ല, എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വിഷമിച്ചാൽ പിന്നെ അവരെ അവസ്ഥ പറയണോ. അപ്പോൾ എന്തായാലും അവൻ ആഗ്രഹിച്ച ജോലിയിലേക്കാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എന്തായാലും ഇനി അവിടെ പോയിട്ട് അവനെ ഹാപ്പി ആവട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിൽ ഫുഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എന്തായാലും അനിയൻ പോയതിന് ശേഷമായിരിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും അനിയന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.